ഇന്നിപ്പോൾ കുട്ടികളൊക്കെ ചാടിപ്പോകാനാ പഠിക്കണത്, ഒന്നും നടന്നു പോകാൻ പഠിക്കണില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ചാടിപ്പോകണമെങ്കിൽ പെട്ടെന്നൊന്നും ചാടൂല. ചാടുന്നതിൻ്റെയും പ്രണയം തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലം ഉണ്ടാവും. ഇന്ന് പ്രേമിച്ച് നാളെ ചാടുമൊന്നുമില്ല. 5 കൊല്ലത്തെ പഴക്കം ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവുമെന്നാണ്. മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവനാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ലോണം നോക്കണം. പെൺകുട്ടികളെ കൂടുതൽ പരിപാലിക്കേണ്ടത് പുരുഷന്മാർ, വാപ്പിയും. ആൺകുട്ടികളെ കൂടുതൽ പരിപാലിക്കേണ്ടത് ഉമ്മയുമാണ്. മാറിയതല്ല, പറഞ്ഞപ്പോൾ തെറ്റിയതല്ല. പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാപ്പയാകുന്നു, ആൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാകുന്നു. ഇത് പെൺകുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കടി കാട്ടിയാൽ വാപ്പ ചെന്നിട്ട് ഊരക്കൊരു ചവിട്ട് കൊടുത്തിട്ട് പറയും ഇജ്ജ് നോക്കായിട്ടല്ലടിയെന്ന്. അല്ല, ഹർത്താലിൻ്റെ അന്നും കൂടി എനിക്ക് പെരേക്കോകോ ഈ വിജയിച്ചാണ്. ഹർത്താലിൻ്റെ അന്നും കൂടിയും പെരേക്ക് പോയിങ്ങാണ്ട് പെൺകുട്ടികളൊപ്പം ഒന്ന് ഇരുന്നുങ്ങാണ്ട് ചോറ് കഴിക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് ഉണ്ടായതാണ്. അതിന് ഓളെ ഊരക്ക് പോയി ചവിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതിനെ സംഗതി. 4-മത്തേത് ശരീരത്തിന്റെ പരിപാലനമാണ്. ശരീരത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ നല്ല മരുന്ന് കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, നല്ലോണം തിന്നാൻ കൊടുക്കുക, തടിയൊക്കെ നല്ലോണം നോക്കുക, വൃത്തിയാക്കി കൊടുക്കുക. ഇതൊക്കെ തന്നെ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ. എന്താണെന്നുള്ളതാണ് പ്രശ്നം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിക്കൻ 65 അല്ല, തന്തൂരി അല്ല. പിന്നെന്താ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ തൊയ്യിബായത് എന്നാണ് നല്ല ഭക്ഷണം. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താ? നൽകുന്നവന്റെ സംതൃപ്തി ഉണ്ടെങ്കിൽ അതിനെയാണ് തൊയ്യിബ് എന്ന് പറയുന്നത്. തരുന്ന ആളുടെ സംതൃപ്തിക്കാണ് തൊയ്യിബ് എന്ന് പറയാ. അതുകൊണ്ട് ഭക്ഷണം തൊയ്യിബായിരിക്കണം. നമുക്ക് അങ്ങാടിയിൽ 2 പീഡിയ റൂമും അത്യാവശ്യം വാടകയ്ക്ക് കിട്ടാൻ മാത്രമുള്ള ഒരു 5-6 കോട്ടേഴ്സും മകനൊന്ന് കുവൈത്തിലും ഒക്കെ കൂടി ഇങ്ങോട്ട് വന്നൊരു ലെവലിൽ എത്തിയപ്പോഴേക്ക് അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തൊയ്യിബാവൂല. അതുകൊണ്ട് തിന്നണത് ഹലാലായാൽ പോരാ, തിന്നണത് തൊയ്യിബായിരിക്കണമെന്ന്. ഗൾഫ് പോയാൽ കുറേ പ്രവർത്തകർ പറയും കഫ്റ്റീരിയക്ക് പൈസ കൊടുത്തതായിരുന്നു, യാതൊരു അഡ്രസ്സും ഇല്ല. കഫ്റ്റീരിയ തുടങ്ങാൻ വേണ്ടി പൈസ തന്നതാണ്, ഒരു അഡ്രസ്സും ഇല്ല. കുറച്ച് കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ കൊടുത്തോനൊരു നിലയും വരില്ല. 2 കൊല്ലം മുമ്പ് മദീനയിൽ ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, മദീനയിലുള്ള ഒരാൾ പറഞ്ഞു, വലിയ കടകളിലൊക്കെ ഫർണിച്ചർ കൊടുക്കുന്ന ഒരു ഹോൾസെയിൽ കച്ചവടക്കാരനാ. 6 മാസം ലീവിന് കച്ചവടത്തിന് മാനേജറാക്കിയിട്ട് ഒരാളെ വെച്ചിങ്ങാണ്ട് നാട്ടിക്ക് വന്നു. 6 മാസം കഴിഞ്ഞ് ചെന്നപ്പോതിന് ഇതേമാതിരത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് സാധനങ്ങൾ ഇറക്കി വിതരണം തുടങ്ങിയിട്ടുണ്ട്. മറ്റോൻ്റെ ഇങ്ങനെ ഉണ്ട് ഇല്ല ആ കോലത്തിലായിട്ടുണ്ട്. ഓനെ വന്നേക്കിന് കയ്യും കണക്കാണ് കൊടുത്തുങ്ങാണ്ട് അപ്പുറത്തെ കമ്പനിയിലാണ് പോയിങ്ങാണ്ട് ഓനാണ് സെയിൽസ് തുടങ്ങി. ഇവന്റെ ശമ്പളത്തിൽ വേറൊന്ന് രജിസ്റ്റർ ചെയ്തിക്കുക, എന്നിട്ട് അയിമ സാധനങ്ങൾ ഇറക്കുക, എന്നിട്ട് വിതരണം ചെയ്യുക. എന്നിട്ട് കുട്ടികൾ സ്വാലിഹാവാൻ മജ്ലിസിനൂർക്ക് 313. ആർക്കാ വേണ്ടത്? ഓൻ്റെ 313. ബദരീങ്ങളും ഓൻ്റെ 313 കാത്തുങ്ങാണ്ട് നിൽക്കല്ലേ. ഓൻ്റെ ഒരു 313 വരാണ്ട് എന്ന് എഴുതിയിട്ട് ഓൻ്റെ 313 വേണ്ട. ആദ്യം ആ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കി, എന്നിട്ടാണ് ദ്വാരക്കി, അപ്പാണ് നേരാവും. തൊയ്യിബായ ഭക്ഷണം എന്ന് പറഞ്ഞാലേ സംതൃപ്തിയോടുകൂടെ നൽകുന്ന ഹലാലായ തൊയ്യിബായ ഭക്ഷണം, അതാണ് നല്ല ഭക്ഷണം. അതിന് കൊടുത്താലേ ശരീരം സംരക്ഷിക്കപ്പെടുള്ളൂ. അതാണ് ശരീരത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത്. ബുദ്ധിയെ സംരക്ഷിക്കണം. ബുദ്ധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ മദ്യം, മയക്കുമരുന്നിൽ നിന്ന് സമൂഹം ഒഴിഞ്ഞു നിൽക്കണം. കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ന്യൂ ഇയറിന് അത്ര കള്ളുടിച്ചു, ഇത്ര കള്ളുടിച്ചു, അതുകൊണ്ട് എന്താ കാര്യം? മാറ്റാൻ എന്താ നമ്മൾ വേണ്ടതെന്ന് ആലോചിക്കണം. എന്താ വേണ്ടത്? അടയാളങ്ങൾ സൂക്ഷിക്കണം. എല്ലാവർക്കും കുട്ടികളുണ്ട്, എല്ലാവർക്കും മക്കളുണ്ട്. അവനാൻ്റെ മക്കളിലെ അടയാളങ്ങൾ, സ്വഭാവ മാറ്റങ്ങൾ എന്നിവ ശ്രദ്ധിക്കണം. ഭക്ഷണം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിന്റെ അടയാളാണ്. കണ്ണിന്റെ ചുറ്റുഭാഗത്തും കറുത്ത കളർ കയറുന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിന്റെ അടയാളാണ്. 30, 50, 100 തുടങ്ങിയ ചെറിയ കളവ് വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ തുടങ്ങിയ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ഒരു കുട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളാണ്. രാത്രി കടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിൻ്റെ വാസന വരുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളാണ്. രാവിലെ അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളാണ്.
ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് നോക്കുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായ അമിതമായ കൂട്ടുകെട്ട് കാണുന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ടോ ശ്രദ്ധയിൽ പെട്ടാലേ എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നല്ല, ചെറിയൊരു പേടി വേണം. നല്ലോണം നോക്കണം. ഉണ്ട് എന്ന് മനസ്സിലായാൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ, മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന കേന്ദ്രത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്. മൊബൈൽ എടുക്കുക, അതിൽ ഗൂഗിൾ ഓൺ ചെയ്യുക, അതിൽ ഡി അഡിക്ഷൻ സെന്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ബട്ടൺ കൊടുത്താൽ ഏറ്റവും തൊട്ടടുത്ത് മദ്യം മയക്കുമരുന്ന് ചികിത്സിക്കുന്ന ആശുപത്രിയുടെ കോണ്ടാക്ട് നമ്പറും ലൊക്കേഷൻ മാപ്പും വരും. ആണ് കൊണ്ടുപോവുക. കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയാവുമെങ്കിൽ അയിമ നിർത്തുക. കൗൺസിലിംഗ് കൊണ്ട് നിൽക്കണം, ഞാൻ മരുന്നും കൂടി വേണമെങ്കിൽ മരുന്ന് കൊടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കുക. ഏത് സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങിയത് അവിടേക്ക് പിന്നെ വിടരുത്. ഏത് കോഴിപ്പീടിയെന്നാണ് തുടങ്ങിയത് അവിടേക്ക് പിന്നെ വിടരുത്. ഏത് ഹോസ്റ്റലിൽ നിന്നാണ് തുടങ്ങിയത് ആ ഹോസ്റ്റലിലേക്ക് പിന്നെ ഒരിക്കലും പറഞ്ഞേക്കരുത്. അതിന് എന്ത് നഷ്ടം ഉണ്ടായാലും ശരി, അതിന് എന്ത് നഷ്ടം ഉണ്ടായാലും പറഞ്ഞേക്കരുത്. കാരണം അത് ശൈത്താനിയായ പ്രവർത്തനമാണ്, അത് വേഗത്തിൽ മടങ്ങി വരും. മയക്കുമരുന്ന് ഉപയോഗം എന്നത് ശൈത്താനിയായ പ്രവർത്തനമാണ്. അത് ഇലാഹിയായ പ്രവർത്തനങ്ങൾ പോലെയല്ല. ശൈത്താനിയായ പ്രവർത്തനം വേഗത്തിൽ മടങ്ങി വരും. അതുകൊണ്ട് ആ സാഹചര്യം നഷ്ടപ്പെടുത്തണം. അതിനാൽ ആ സ്ഥലത്തേക്ക് പറഞ്ഞേക്കാതിരിക്കണം. ഇങ്ങനെ നമ്മൾ അവനാൻ്റെ മക്കളെ, അവനാൻ്റെ കുടുംബത്തിലെ മക്കളെ, തലമുറയെ നല്ലോണം നോക്കുകയും പരിപാലിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ദീനിനെ അതിൻ്റെ പരിശുദ്ധിയോടുകൂടി അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധിക്കുക. എല്ലാവരും ശ്രദ്ധ വെക്കണം. അതുകൊണ്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാവരും നീക്കി വെക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1, ഈമാൻ സംരക്ഷിക്കപ്പെടണം, അതിന് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, സ്വഭാവം പരിപാലിക്കപ്പെടണം, അതിന് അദബുകളും ശീലങ്ങളും റെഡിയാക്കി എടുക്കണം. 3, വിജ്ഞാനം ഇൽമ് പരിപാലിക്കപ്പെടണം, അതിന് മതപരവും ഭൗതികവുമായ വിവരം ഒരുപോലെ കൊണ്ടുപോകണം. 4-മത്തെ കാര്യം ശരീരം സംരക്ഷിക്കപ്പെടണം, അതിന് തൊയ്യിബായ ഭക്ഷണം കൊടുക്കണം. ബുദ്ധി സംരക്ഷിക്കപ്പെടണം, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ സൂക്ഷിക്കണം. വളരെ വ്യാപകമാണ്, ഒരിക്കലും മാതാപിതാക്കൾക്ക് അറിയാൻ പോലും പറ്റാത്ത തരത്തിലാണ്. A4 ഷീറ്റിൻ്റെ കോലത്തിലൊക്കെ മയക്കുമരുന്നുണ്ട്. ബുക്കിൻ്റെ ഇടയിൽ വെച്ചാൽ ഒരു കടലാസ് ഇങ്ങനെ ഇരിക്കുകയെന്നേ തോന്നുള്ളൂ. അതിമൊരു കഷ്ണം കീറിങ്ങാണ്ട് തൊള്ളേക്ക് ഇടുക. അങ്ങനെയൊക്കെ മയക്കുമരുന്നുണ്ട്. കണ്ണിലൊറ്റിക്കണുണ്ട്, കണ്ടാൽ വല്യമ്മാൻ്റെ അടനയും കൊയമ്പാണെന്നേ തോന്നുള്ളൂ. സംഗതി മയക്കുമരുന്ന് ഇക്കാരം. നിങ്ങൾ ചിരിച്ചാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. നല്ലോണം സൂക്ഷിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. നാളേക്ക് വേണ്ടി ഒരു മുൻകരുതൽ നമ്മളിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. അതാണ് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ.